226ലേക്ക് നിങ്ങൾ കടക്കുമ്പോൾ നിങ്ങളോടൊരു വാഗ്ദാനം ചെയ്യൂ. അസൗകര്യമെന്ന് തോന്നുന്നതുകൊണ്ട് മാത്രം നിങ്ങളുടെ വളർച്ച നീട്ടിവെക്കില്ല. അസൗകര്യം ഒരു മുന്നറിയിപ്പല്ല, അത് ഒരു ദിശാസൂചനയാണ്. നിങ്ങൾ നെർവസ് ആകുമ്പോഴും വെല്ലുവിളി തോന്നുമ്പോഴും അല്ലെങ്കിൽ സംശയത്തിലാകുമ്പോഴും നിങ്ങൾ വളർച്ചയുടെ അറ്റത്ത് നിൽക്കുകയാണ്. എന്തായാലും മുന്നോട്ട് കാൽവെക്കൂ. നിങ്ങൾ പരാജയപ്പെടും, അതുറപ്പാണ്. പരാജയമില്ലാതെ വിജയമുണ്ടെന്ന് പറയുന്നവർ അല്ലെങ്കിൽ കള്ളം പറയുന്നു, അല്ലെങ്കിൽ അർത്ഥവത്തായ ഒന്നും ശ്രമിച്ചിട്ടില്ല. പരാജയം ദൗർബല്യമല്ല, പരാജയം പരിശീലനമാണ്. ഓരോ പിഴവും നിങ്ങളുടെ ചിന്തയെ മൂർച്ചപ്പെടുത്തുന്നു. ഓരോ നഷ്ടവും നിങ്ങളുടെ പ്രതിരോധശക്തി വർദ്ധിപ്പിക്കുന്നു. ഓരോ തിരിച്ചടിയും വിജയമൊരിക്കലും പഠിപ്പിക്കാനാകാത്ത പാഠങ്ങൾ പഠിപ്പിക്കുന്നു. മിക്ക ആളുകൾക്കും പരാജയത്തെ പേടിയില്ല. അവർ പേടിക്കുന്നത് അപമാനത്തെയാണ്, വിധിയെക്കുറിച്ചാണ്, ശ്രമിച്ചു തോറ്റതായി മറ്റുള്ളവർ കാണുന്നതിനെക്കുറിച്ചാണ്. പക്ഷെ സത്യം ഇതാണ്: ഇന്ന് നിങ്ങൾ പേടിക്കുന്നവരുടെ അഭിപ്രായങ്ങൾ നിങ്ങളുടെ ഭാവിക്ക് ഉത്തരവാദികളാകില്ല. താൽക്കാലിക സുഖത്തിനായി നിങ്ങളുടെ വിധിയെ കൈമാറരുത്. 226 വ്യത്യസ്തമായിരിക്കണം എന്നുണ്ടെങ്കിൽ പരാജയത്തെ അന്തിമവിധിയായി കാണുന്നത് നിർത്തൂ. പരാജയം പ്രതികരണമാണ്. പരാജയപ്പെടാനും പഠിക്കാനും സ്വയം തിരുത്താനും വിശ്വാസം നഷ്ടപ്പെടുത്താതെ വീണ്ടും ശ്രമിക്കാനും തയ്യാറുള്ളവർക്കാണ് ഈ ലോകം. ലൈക്ക് ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.